blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സകലരും ചേർന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പുറകിലത് സാധ്യമാക്കി തീർത്തതിൻ്റെ സാമ്പത്തിക സഹായികൾക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആലുവയിൽ നിന്നുള്ള ടെനിക്കും ടെറ്റുയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കമ്പനി പുത്തനങ്ങാടി ഇൻഡസ്ട്രീസ് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക്, ബിസിനസ് വളർച്ചയിലേക്ക്, അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും അതിനോട് ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിനെല്ലാം ചേർത്ത് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ചേർന്ന് അവരെ അനുഗ്രഹിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിൽ വന്നു ചേരട്ടെ. ടെനിക്കും ടെറ്റോയ്ക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ വന്ന് നിറയേണ്ടതിനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ഈ സഹോദരൻ്റെ പേര് നികേഷ് എന്നാണ്. തൻ്റെ ഭാര്യയാണ് അഖില. അവർക്ക് കർത്താവ് കൊടുത്തൊരു കുഞ്ഞുമായിട്ടാണ് അവരോട് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഇവർക്ക് 2015 നമ്മുടെ നവവത്സര ആരാധനയിൽ കർത്താവ് ഇവർക്കൊരു വാഗ്ദത്ത വചനം കൊടുത്തിരുന്നു. ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ 43-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അതിൻ്റെ സന്തതിയുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരും, നിൻ്റെ പിന്മുറക്കാരുടെ മേൽ എൻ്റെ അനുഗ്രഹം വർഷിക്കും എന്നുള്ളൊരു വാഗ്ദത്ത വചനം ആയിരുന്നു ഇവർക്ക് ലഭിച്ചത്. അതുമൂലം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അഖില പ്രഗ്നൻ്റായി. എന്നാൽ പ്രഗ്നൻസിയുടെ 6 മാസം തനിക്ക് വളരെ കഷ്ടതയിലൂടെ പോകേണ്ടി വന്നു. ഒത്തിരി രോഗങ്ങൾ തന്നെ പിടിപെട്ടു. എന്നാൽ ഇവർ പ്രയർ കോൾ സെൻറ്ററിലും ബ്ലെസ്സിംഗ് സെൻറ്ററിലും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 6-ാം മാസത്തിൽ പെട്ടെന്ന് അഖിലയ്ക്ക് വല്ലാതെ ചുമയുണ്ടായി. തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് രാത്രി തന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് തനിക്ക് ചുമ കൂടി, ഷുഗറൊക്കെ കൂടി, പ്രഷറെല്ലാം കൂടി വല്ലാത്തൊരു സിറ്റുവേഷനായി പോയി. ആ സമയത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞിന് ചലനമില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. കുഞ്ഞിന് ചലനമില്ല. അഖിലയുടെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവർക്ക് ഈ 2015 ദൈവം കൊടുത്ത വാഗ്ദത്ത വചനം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് കൊണ്ടുവന്നു. അവരത് ഒച്ച തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്ന കുഞ്ഞാണ്, ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിന്റെ സന്തതിയുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെയും നിന്റെ പിന്മുറക്കാരുടെ മേൽ അവിടുത്തെ അനുഗ്രഹത്തെയും വർഷിക്കും. യേശയ്യാവ് 44:3 ഇതാണ് അവരുടെ ഒരു ധൈര്യം. ഇതാണ് എന്ത് സംഭവിച്ചാലും അവർ അത് മുറുകെ പിടിച്ചിരിക്കുന്നത്. അവിടെ കൊണ്ടുപോയപ്പോഴും അവർ ഭയപ്പെട്ടൊന്നുമില്ല. അവിടെ കൊണ്ടുവന്ന് മെഡിസിനെ കൊടുത്തു. രാവിലെ എത്തിയപ്പോഴേക്കും സ്ഥിതി മാറി. ഇവർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അഖിലേക്ക് ചുമയെല്ലാം മാറി, പ്രയാസമെല്ലാം മാറി. അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ എല്ലാ വർഷവും തുടങ്ങുന്നതിന് മുൻപ് 31-ാം തീയതി ഡിസംബർ 31 രാത്രിയിൽ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ഒരു ന്യൂ ഇയർ സർവീസുണ്ട്. ആ ന്യൂ ഇയർ സർവീസിൽ വരുന്ന എല്ലാവർക്കും ഇതുപോലെ ഒരു വാഗ്ദത്ത വചനം കൊടുക്കും. പലർക്കും പല വാഗ്ദത്ത വചനങ്ങളാണ് കിട്ടുക. സാധാരണ ഇതുവരെ കേട്ടുള്ള സാക്ഷ്യങ്ങൾ അനുസരിച്ച് ഏകദേശം 100% ആ വാഗ്ദത്ത വചനങ്ങൾ അവർക്ക് ഏറ്റവും ആപ്ലിക്കബിൾ ആയിരിക്കും. ഒത്തിരി പേർ
ആ ഒരൊറ്റ വാക്തത്വം നിക്ഷേപമാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് അത് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് ചലനം വന്നു, അഖിലയുടെ സ്ഥിതി മെച്ചപ്പെട്ടു, ചുമ മാറി, പ്രഷറും ഷുഗറും ശ്വാസമുട്ടും ഒക്കെ മാറി. അവിടുന്ന് പിന്നെയും അവരുടെ ഭവനത്തിലേക്ക് പോകുന്നു. പെട്ടെന്ന് 9-ാം മാസത്തിൽ, ഓരോ മാസം ഇങ്ങനെ ചെക്കപ്പ് ഉണ്ട് അവർക്ക്. പെട്ടെന്ന് 9-ാം മാസത്തിൽ ചെക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ല. അപ്പോഴും സ്കാൻ ചെയ്ത് പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെ അഡ്മിറ്റാക്കുകയുണ്ടായി. അഡ്മിറ്റാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും ശ്വാസമുട്ടൽ പിന്നെയും സഹോദരിക്ക് പിന്നെയും ഉണ്ടാകുകയാണ് ചെയ്തത്. പെട്ടെന്ന് ലേബർ റൂമിൽ കയറണം, സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ പൊസിഷൻ ഒന്നും കറക്റ്റ് ആയില്ലേ. 9-ാം മാസം ചെക്കപ്പിന് ചെയ്യുന്ന സമയത്താണ് ഈ കാണുന്നത്. സമയം കഴിഞ്ഞു പോയി. ഓക്കെ. സമയം കഴിഞ്ഞു. പക്ഷേ പെയിൻ വന്നാൽ മാത്രം കൊണ്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. പെയിൻ അതുവരെയും പെയിൻ വന്നിട്ടില്ല. പെയിൻ വന്നില്ലാഞ്ഞുകൊണ്ട് കൊണ്ടുപോയില്ല. പക്ഷെ ചെന്നപ്പോഴാണ് അറിയുന്ന പൊസിഷൻ ഇത് സിസേറിയൻ ചെയ്യണം, സമയം കഴിഞ്ഞു പോയി, സിസേറിയൻ ചെയ്യണം, പെട്ടെന്ന് ലേബർ റൂമിൽ കയറ്റാൻ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? പക്ഷെ ഇവർ നമ്മുടെ കോൾ സെന്ററിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ ആ വചനം അപ്പോൾ തന്നെ കയ്യിലെടുത്ത് അപ്പോഴും വീണ്ടും കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കുറച്ച് സമയം വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കർത്താവ് നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകിയിരിക്കുന്നു എന്ന്. സംഭവിച്ചത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു അത്ഭുതം അകത്ത് ചെയ്യുകയായിരുന്നു. വളരെ ഒരു കുഴപ്പവുമില്ലാതെ തന്നെ നല്ലൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് ദാനമായി കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി കൈകളടിച്ച് യേശുവിനെ നന്ദി പറയാം. ക്യാമ്പിന് വന്ന് ഇവിടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു ജീവിതം തന്നെ കിട്ടിയത്. അതിനു മുമ്പ് എൻ്റെ ജീവിതം ഭയങ്കര ഒരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു പോയത്. പെട്ടെന്ന് ഒരു ദിവസം ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ ബ്ലെസ്സിംഗ് ടുഡേയിൽ അവിടെ പ്രെയർ സെൻറ്ററിൽ വിളിച്ച് നമ്പറൊക്കെ ചോദിച്ചാണ് ഇവിടെ പട്ടത്ത് ആദ്യം വന്നത്. അവിടെ വന്ന് എനിക്ക് ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ കാര്യങ്ങൾ നടക്കാനാണ് ആദ്യം പ്രാർത്ഥനയ്ക്ക് വന്നത്. ആദ്യം ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വചനമെല്ലാം മനസ്സിലായി, യേശുവിനെ മനസ്സിലാക്കിയപ്പം കാര്യസാധ്യം അല്ല എന്നുള്ളത് മനസ്സിലായി. നമുക്ക് യേശുവിനെയാണ് വേണ്ടത്. കൈകളുടെ ചുരുക്കിൽ കൂടെ യേശുവിന് നന്ദി പറയാം. കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി. ഈ കുടുംബത്തെ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Today I'm going to speak to you on the Lord satisfies the hungry. വിശപ്പുള്ളവനെ തൃപ്തനാകുന്ന കർത്താവിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Hallelujah. Hallelujah. Lord who satisfies the hungry people. കർത്താവ് വിശപ്പുള്ളവനെ തൃപ്തി വരുത്തുന്നവനാണ്. Every man, every woman has two kinds of hunger and thirst. എല്ലാ പുരുഷനും എല്ലാ സ്ത്രീക്കും അവരുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള വിശപ്പുണ്ട്. The first one is physical hunger and physical thirst. ഒന്നാമത്തെ ആ വിശപ്പ് എന്ന് പറയുന്നത് ശാരീരികമായ വിശപ്പും ശാരീരികമായ ദാഹവുമാണ്. The second one is a spiritual hunger and a spiritual thirst. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീകമായ വിശപ്പും ആത്മീകമായ ദാഹവുമാണ്. And God is the one who can satisfy or who is able to satisfy both these hungers and thirsts. ദൈവം ഒരുവൻ മാത്രമാണ് ഈ രണ്ട് തരത്തിലുള്ള വിശപ്പിനെയും ദാഹത്തെയും തൃപ്തി വരുത്തുവാൻ കഴിവുള്ള ഏക വ്യക്തിത്വം. If somebody has no hunger, he is dying. ആ ഒരു വ്യക്തിക്ക് വിശപ്പില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. This is why children, especially babies or small kids, when they are not eating anything,
mummies and daddies are panicking. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരൊന്നും കഴിക്കുന്നില്ലെങ്കിൽ, അവർക്ക് വിശപ്പ് തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അപ്പനും അമ്മയ്ക്കും വളരെയധികം അവർ വേവലാതിപ്പെടാറുണ്ട്. Because parents somehow they want to feed their children. മാതാപിതാക്കന്മാർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. Because that's the way it will sustain their life and it will give them growth. അങ്ങനെയാണ് വിശപ്പുണ്ടെങ്കിൽ മാത്രമാണ് അതവരുടെ ജീവിതത്തെ നിലനിർത്തുകയും അതവരുടെ വളർച്ചയെ ഉറപ്പുവരുത്തുകയും ചെയ്യുകയുള്ളൂ. So just as we have hunger and thirst in our stomach, the same way we have a spiritual hunger and thirst inside. നമ്മുടെ വയറ്റിൽ നമുക്ക് വിശപ്പുള്ളതുപോലെ ദാഹമുള്ളതുപോലെ നമ്മുടെ ആത്മാവിലും ഇതുപോലെ ഒരു വിശപ്പുണ്ട്. Hallelujah. ഹല്ലേലൂയ. When I was studying in my college, ഞാൻ എൻ്റെ കോളേജിൻ്റെ പഠനകാലത്ത് that's the first time I really recognized my spiritual thirst and hunger. ആ സമയത്താണ് എൻ്റെ ആത്മാവിൻ്റെ ദാഹവും വിശപ്പും ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. In those days, I remember I started to seek for something that would quench and satisfy my spiritual thirst. ആ സമയത്ത് എൻ്റെ ആത്മാവിൻ്റെ വിശപ്പിൻ്റെയും ദാഹത്തെയും അതിനെ കെടുത്തുന്ന, അതിനെ കുറയ്ക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. I went to a library and started to read books from there. ഞാനൊരു ലൈബ്രറിയിലോട്ട് കടന്നു ചെന്ന് അവിടെ നിന്ന് പുസ്തകങ്ങൾ വായിക്കുവാൻ ഞാൻ തുടങ്ങി. I started to read religious books. ഞാൻ ആ സമയത്ത് മതപരമായ പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. Not this religion or that religion, any religious book I started to read. ഒരു പ്രത്യേക മതത്തെക്കുറിച്ച് മാത്രമല്ല, ഏതൊക്കെ മതമുണ്ടോ അതിനെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കുവാൻ തുടങ്ങി. I started to read biographies and autobiographies. ആ സമയത്ത് ഞാൻ ആളുകളെ പറ്റിയുള്ള ജീവചരിത്രവും ആളുകൾ അവരെ പറ്റി തന്നെ എഴുതിയ അവരുടെ കഥയെ പറ്റിയും എല്ലാം ഞാൻ വായിക്കാൻ തുടങ്ങി. Still, nothing of this bookish knowledge or information could satisfy my hunger and my thirst in my spirit. എന്നാൽ ഒന്നിനും, ഈ പുസ്തകങ്ങൾ പകരുന്ന അറിവിനോ ഒന്നിനും എൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെ, വിശപ്പിനെ കെടുത്തുവാൻ കഴിഞ്ഞില്ല. And today I'm going to tell you the story how God satisfied my hungry soul. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ദൈവം എൻ്റെ വിശപ്പുള്ള ആത്മാവിനെ, ദൈവം ആ വിശപ്പിനെ മാറ്റിയെന്നതിനെ കുറിച്ചാണ്. How many of you are ready now? എത്ര പേർ അത് കേൾക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്? Hallelujah. ഹല്ലേലൂയ. Job chapter 38 and verse number 41. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 38-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. There was a man called Job. He was a very righteous and upright man. ബൈബിളിൽ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം സത്യസന്ധനും നീതിമാനുമായ ഒരു He വ്യക്തിയായിരുന്നു. always sought after God. എപ്പോഴും അദ്ദേഹം ദൈവത്തിന്റെ കാര്യങ്ങളുടെ He പിറകെയായിരുന്നു. always sacrificed for him. ദൈവത്തിന്റെ സന്നിധിയിൽ യാഗങ്ങൾ കഴിച്ച് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. But still he had to go through a lot of calamities in his life. എന്നാൽ ഇതൊക്കെ ചെയ്തെങ്കിലും തന്റെ ജീവിതത്തിൽ ഒത്തിരി അനർത്ഥങ്ങളിലൂടെ താൻ കടന്നുപോയി. Some of you sitting here, you are wondering, I'm a good man. I'm not hurting any person, but still, why, Lord, I'm suffering like this? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഒരു നല്ല വ്യക്തിയാണ്, ഒരു വ്യക്തിക്കും ഒരു ഉപദ്രവവും ഞാൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്? Let me tell you something. Without the knowledge of God, nothing happens in our lives. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ അറിവോട് കൂടെ അല്ലാതെ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല. Many things that is happening around in our lives, sometimes we may not understand. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ അർത്ഥം എന്തെന്ന്, അത് എന്തിനു സംഭവിക്കുന്നു എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുകയില്ല. If we go through the word of God, എന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ similar things have happened in the lives of so many other people. നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് പോലെ സമാനമായ പല കാര്യങ്ങളിലും പല വ്യക്തികളുടെയും ജീവിതത്തിൽ നടന്ന് നമുക്ക് കാണുവാൻ കഴിയും. So from these parallel experiences we can draw in a lot of lessons for our lives. ഇങ്ങനെയുള്ള കഥകളിൽ നിന്ന്, ബൈബിളിലുള്ള നടന്ന കഥകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ജീവിത തത്വങ്ങൾ എങ്ങനെ അത് സംഭവിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. Romans 8:28 is a very comforting verse. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം വളരെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. This verse gives us answer to a lot of questions. ആ വചനം നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്നതാണ്. It says God ultimately works and organizes
everything, even the negative things, for our good. അവിടെ പറയുന്നു ദൈവം നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ദോഷകരമായ പല കാര്യങ്ങളും, അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതിനു വേണ്ടി ദൈവം അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. Job went through a lot of problems and calamities, disasters in his life. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ, ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. One day God appeared before him. ഒരു ദിവസം ദൈവം അവന്റെ മുൻപാകെ പ്രത്യക്ഷനായി. And he had a chance to have a lot of discussions with him. ദൈവവുമായി നേരിട്ട് സംസാരിക്കുവാനുള്ള ഒത്തിരി സന്ദർഭങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. Job had an opportunity to speak to the Creator directly. ഇയ്യോബിന് തന്റെ സൃഷ്ടാവുമായി നേരിട്ട് സംവദിക്കുവാനുള്ള ഒരു സാഹചര്യം ലഭിച്ചു. When they had that interview, God started asking a lot of questions to him. അങ്ങനെ വ്യക്തിപരമായ ഒരു ഇന്റർവ്യൂ, നേരിട്ടുള്ള സംഭാഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ അവനോട് ചോദിക്കുവാൻ ഇടയായി തീർന്നു. God started asking Job. One question was this, Job 38:41, who provides food for the raven when its young cry out to God and wander about for lack of food? ദൈവം ഇയ്യോബിന് ചോദിച്ച ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ്: കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ വലഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് ആഹാരം എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? Job was not feeding all the raven or all the crows in the world. ലോകത്തിലുണ്ടായിരുന്ന കാക്കകൾക്കുള്ള ഭക്ഷണം കൊടുത്തത് ഇയ്യോബല്ലായിരുന്നു. No king was feeding all the fowls in the air. അവിടെ ഉണ്ടായിരുന്ന പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്ത ഒരു രാജാവുമല്ലായിരുന്നു. But God the Creator was feeding all the birds in the air. ആ ദൈവം തന്നെയാണ്, സൃഷ്ടാവ് തന്നെയാണ് ആകാശത്തിലെ പക്ഷിജാലങ്ങൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നത്. Now, when Jesus came to this world, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ one day he said like this, Matthew chapter 6, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. verse number 26. അതിന്റെ 26-ാമത്തെ വാക്യം: Look at the birds of the air. They do not sow or reap or store away in barns, and yet your heavenly Father feeds them. Are you not much more valuable than they? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരകളിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലോ. Your heavenly Father feeds all the birds in the air. നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് ഈ ആകാശത്തിലെ പറവുകളെ മുഴുവൻ പോഷിപ്പിക്കുന്നു. Not their heavenly Father, but your heavenly Father is feeding all the birds. പക്ഷിജാലങ്ങളുടെ പിതാവല്ല, നിന്റെ സ്വർഗത്തിലെ പിതാവാണ് ഈ പക്ഷിജാലങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത്. And you say hallelujah. കൈകൾ ഉയർത്തിയിട്ട് ഹാലലുയ പറയാമോ? Everywhere hallelujah. എല്ലായിടത്തും ഒരു ഹാലലുയ പറഞ്ഞാലും. In other words, God is the provider of food or satisfier of hunger of all living creatures. മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലോകത്തിലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. All the living creatures are ultimately looking to the heavenly Father, our heavenly Father, the Creator, for their food. ഈ ലോകത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളും അവരുടെ ഭക്ഷണത്തിന് വേണ്ടി സ്വർഗത്തിലെ നമ്മുടെ പിതാവിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. So this is what we should understand basically. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. Psalm 34 and verse number 10 says, സങ്കീർത്തനം 34:10 പറയുന്നു: the lions may grow weak and hungry, but those who seek the Lord lack no good thing. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറവില്ല. Hallelujah. Hallelujah. Sometimes because of some reasons, maybe the lions, the birds in the air, the living creatures may go hungry, but you, the children of God, those who seek the Lord, will lack no good thing.
if your ways are right. ചില സമയങ്ങളിൽ ബാലസിംഹങ്ങൾ പക്ഷിജാലങ്ങൾക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതെ വരും. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവം നിങ്ങളെ പരിപാലിക്കുന്നതാണ്. Clap your hands for the Lord. കൈകൾ അടിച്ചുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാലോ. Now, Psalm 107 and verse number 9 says, സങ്കീർത്തനം 107:9 പറയുന്നു, He satisfies the thirsty and fills the hungry with good things. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. That means all of us, we should have a hunger and thirst in our spirits to seek our Creator. അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു വിശപ്പ്, ഒരു ആർത്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. In John chapter 15, Jesus said, You cannot do anything apart from me. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. Now, Isaiah 55, verse number 1 and 2. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. Come, all you who are thirsty, come to the waters, and you who have no money, come, buy and eat. Come, buy wine and milk without money and without cost. അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, നിങ്ങൾ വെള്ളത്തിനടുത്തേക്ക് വരുവിൻ. പണമില്ലാത്തവരെ, നിങ്ങൾ വന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. Why spend money on what is not bread and your labor on what does not satisfy? Listen to me and eat what is good, and you will delight in the richest of fare. അപ്പമല്ലാത്തതിന് പണവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ അധ്വാനവും ചെലവഴിക്കുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുവിൻ. വിശിഷ്ട ഭോജനം കഴിച്ച് നിന്റെ ആത്മാവ് പ്രമോദിക്കട്ടെ. Just like I had a spiritual thirst and hunger, every one of you sitting here, you have a spiritual thirst and hunger. That's why you are sitting here to listen to the God's message. എനിക്ക് ആത്മീകമായ ഒരു ദാഹവും വിശപ്പുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീകമായ വിശപ്പും ദാഹവും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. Through Isaiah the prophet, God says, I am willing to give you all your food and all your spiritual drink free of cost. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്, നിങ്ങളുടെ ആത്മീകമായ വിശപ്പിന് വേണ്ടിയുള്ളത്, ആത്മീകമായ ഭക്ഷണം, ദാഹത്തിന് വേണ്ടിയുള്ളത് എല്ലാം ഞാൻ സൗജന്യമായി നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Isn't that a glad news? അത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയല്ലേ? Hallelujah. ഹല്ലേലൂയ. If we go to a hotel or a restaurant and have food, after that we have to pay the bill. നമ്മളൊരു ഹോട്ടലിലേക്ക്, റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ബില്ല് നമ്മൾ പേ ചെയ്യേണ്ടി വരും. But in God's restaurant, in God's banqueting hall, there is no billing system. All the food and all the nourishment, all the drink, all the bread, everything is free in God's banqueting hall. എന്നാൽ ദൈവത്തിൻ്റെ സദ്യാലയത്തിൽ, ദൈവത്തിൻ്റെ ഹോട്ടലിൽ ദൈവം ഭക്ഷണം നൽകുമ്പോൾ, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഭക്ഷണം, അവിടെ കഴിക്കുന്ന വെള്ളം, അവിടെ കഴിക്കുന്ന നമുക്ക് ആവശ്യമായ എല്ലാ ഭോജനങ്ങളും അതെല്ലാം സൗജന്യമായിട്ടാണ് ദൈവം നൽകുന്നത്. അവിടെ ബില്ലടിക്കുന്ന ഒരു കാര്യം, സംവിധാനം അവിടെ ഇല്ല. In the heavenly Father's house, there is always a feasting going on and it is totally free. സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ എപ്പോഴും അവിടെ ഒരു സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരിക്കലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ.
सनई मंगल कार्यालय, सुंदर प्लाजा, बेल बाजार, कल्याण, वेस्ट महाराष्ट्र. ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആസ്മ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ആസ്മ വിട്ടുമാറട്ടെ, ആ ദുരാത്മാക്കൾ മാറിപ്പോകട്ടെ, രോഗശക്തികൾ മാറട്ടെ, രോഗാണുക്കൾ കെട്ടടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് പാരമ്പര്യമായുള്ള ആസ്മയാണെങ്കിലും അല്ലാതെ ഡെവലപ്പ് ചെയ്തതാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. ചെവിയിൽ നിന്നും പൊട്ടി ഒലിച്ച് വെള്ളവും രക്തമൊക്കെ വരുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആണി രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ വിണ്ട് കയറി ഭയങ്കരമായ പെയിൻ അനുഭവിക്കുന്ന ചില വ്യക്തികൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, സൊറയാസിസ് മുതലുള്ള ത്വക്ക് രോഗങ്ങൾ മാറട്ടെ. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികളുടെ തകരാറുകൾ മാറട്ടെ. ഹാർട്ട് സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഓസ്റ്റിയോപൊറോസിസ് സൗഖ്യമാകട്ടെ. മെനഞ്ചൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രോങ്കൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അസ്ഥികളിനകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ നിലയിലുള്ള ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് 2 കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ മാറിപ്പോകട്ടെ. വിടുതലുകൾ ഉണ്ടാകട്ടെ. രോഗങ്ങൾ മാത്രമല്ല, അനുഭവിക്കുന്ന ഏത് പ്രശ്നവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതലിലേക്ക് വരട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, വിടുതൽ കൊടുത്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ചെമ്പൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ പൻവേലിലും അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച കല്യാണിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. കർത്താവ് അതിലൂടെ ഒത്തിരി പേരെ അനുഗ്രഹിക്കുമെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും വരണം, അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, DVD-കൾ, CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അത് കരസ്ഥമാക്കാം. ഇല്ലെങ്കിൽ തപാൽ മാർഗം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. കർത്താവ് ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.